ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നിങ്ങൾ ദ ബ്ലെയർ വിച്ച് പ്രൊജക്ട് എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടോ? ആ ഒരു മൂവിയുടെ ശൈലി ഇഷ്ടപ്പെട്ടവരാണോ നിങ്ങൾ? എങ്കിൽ അതേ ശൈലിയിൽ എഴുതിയിട്ടുള്ള ഒരു നോവലായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ബ്രിട്ടീഷ് ഹൊറർ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ആദം നെവിൽ എഴുതിയിട്ടുള്ള ലാസ്റ്റ് ഡേയ്സ് എന്നാണ് ഈ ഒരു പുസ്തകത്തിന്റെ പേര്. ഇതൊരു സൈക്കോളജിക്കൽ ഹൊറർ പുസ്തകമാണ്. നമ്മുടെ ഒരു കഥയിലെ നായകൻ എന്ന് പറയുന്നത് കെയിൽ ഫ്രീമാൻ ആണ്. പുള്ളിക്കാരൻ ഒരു ഇൻഡിപെൻഡന്റ് ഡോക്യുമെന്ററി ഫിലിം മേക്കർ ആണ്. സാമ്പത്തികമായിട്ട് വല്ലാത്ത തകർച്ചയിൽ നിൽക്കായിരുന്നു കെയിൽ. ആ ഒരു സമയത്താണ് ഒരു അജ്ഞാതൻ ഇദ്ദേഹത്തിന് ഒരു വലിയൊരു ഓഫർ വെക്കുന്നത്. ടെമ്പിൾ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ് എന്നറിയപ്പെടുന്ന നിഗൂഢമായിട്ടുള്ള ഒരു കൾട്ട് ഗ്രൂപ്പിനെ കുറിച്ച് അന്വേഷിച്ച് ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു അത്. 1970-കളിൽ സിസ്റ്റർ കാതറിൻ എന്നറിയപ്പെടുന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു കൾട്ട് ഗ്രൂപ്പായിരുന്നു ഇത്. ലണ്ടൻ മുതൽ പാരീസ് വരെയും അവിടെ നിന്ന് അരിസോണയിലെ മരുഭൂമിയിലേക്കൊക്കെ നീളുന്ന ഒരു ഭയാനകമായിട്ടുള്ള ചരിത്രമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അമേരിക്കയിലെ അരിസോണ മരുഭൂമിയിൽ വെച്ചിട്ട് കൂട്ടക്കൊലപാതകത്തിലൂടെയും ആത്മഹത്യയിലൂടെയും ഈ ഒരു കൾട്ട് ഗ്രൂപ്പ് അവസാനിക്കുകയായിരുന്നു. ഈ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ ചരിത്രം തേടാനായിരുന്നു കെയിലിനോട് ആ ഒരു അജ്ഞാതം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കെയിലിന്റെ ക്യാമറമാനായിട്ടുള്ള ഡാനും കൂടിയിട്ട് ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അന്വേഷിച്ചിറങ്ങാണ്. ഇവര് പഴയ കൾട്ടംഗങ്ങളെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവർക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പുകളും അതിനെ തുടർന്നുണ്ടാവുന്ന മരണങ്ങളും രാത്രി കാലങ്ങളിൽ അവരുടെ മുറിക്ക് പുറത്ത് കേൾക്കുന്ന വിചിത്രമായ ശബ്ദങ്ങളും ക്യാമറയിലും മറ്റും പതിയുന്ന അവ്യക്തമായ രൂപങ്ങളൊക്കെ ഇവരെ പതുക്കെ പതുക്കെ ഭയപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ ഇവർ അന്വേഷിച്ചു പോയത് കേവലം ഒരു ചരിത്രം മാത്രമായിരുന്നില്ല എന്നും ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ഭീകരതയായിരുന്നു എന്നും ഇത് തങ്ങളെ തന്നെ നശിപ്പിക്കാൻ പോകുന്നതാണ് എന്നും ഒക്കെ ഇവർ വൈകാതെ തിരിച്ചറിയാണ്. അങ്ങനെ ഒടുവിൽ എന്താണ് ഈ ഒരു കൾട്ട് ഗ്രൂപ്പ്, ഈ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ ചരിത്രം എന്താണ്, എന്തായിരുന്നു ഇവരുടെയൊക്കെ മരണത്തിന് പിന്നിലെ രഹസ്യം, ഇതൊക്കെ അന്വേഷിച്ചിറങ്ങുന്ന നമ്മുടെ നായകനായിട്ടുള്ള കെയിലിനും അദ്ദേഹത്തിന്റെ ക്യാമറമാനായിട്ടുള്ള ഡാനും എന്താണ് സംഭവിക്കുക തുടങ്ങിയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു അടിപൊളി സൈക്കോളജിക്കൽ ഹൊറർ പുസ്തകമാണിത്. ഈ ഒരു പുസ്തകത്തെ കുറിച്ച് എടുത്തു പറയേണ്ടത് ഒരു അറ്റ്മോസ്ഫിയർ ആണ്. വളരെ ക്രീപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇതിനകത്തുള്ളത്. വായിക്കുന്ന സമയത്ത് ഭയവും അസ്വസ്ഥതയും ഒക്കെ നമുക്ക് തോന്നും. അതുകൂടാതെ ഒരു ഡോക്യുമെന്ററി സ്റ്റൈലാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ട്രൂ ക്രൈം ഫീൽ നമുക്ക് ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് തോന്നും. അതുപോലെ തന്നെ ഈ ഒരു പുസ്തകത്തിന് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എൻഡിംഗ് ആണ്. അത്ര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു എൻഡിംഗ് അല്ല ഇതിനുള്ളത്. അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ഹൊറർ സ്റ്റൈലായിരുന്നു ഈ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് പോകും തോറും ഒരു ആക്ഷൻ ഹൊറർ സ്റ്റൈലിലേക്ക് ഒരു പുസ്തകം മാറിപ്പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇതൊരു സ്ലോ പേസിംഗ് ആയിട്ടുള്ള പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് പേസ്ഡ് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അതുകൂടാതെ 500ഓളം പേജസുകളും ഈ ഒരു പുസ്തകത്തിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ നല്ലൊരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഹൊറർ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കൾട്ട് ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള നോവലുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അതുമല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഹൊററും മിസ്റ്ററീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം വായിച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.